പത്തനംതിട്ട പാടം വനം വകുപ്പ് ഓഫീസിൽ ഭീഷണി മുഴക്കി KU ജനീഷ് കുമാർ MLA. ഷോക്കേറ്റ് കാട്ടാന ചെരിഞ്ഞതിൽ കസ്റ്റഡിയിലെടുത്തയാളെ MLA ബലമായി മോചിപ്പിച്ചു. നക്സലുകൾ വീണ്ടും വരുമെന്നും ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്നും MLA ഭീഷണി മുഴക്കി. മനുഷ്യരെ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും പരിധികളുണ്ട്, മനസ്സിലായല്ലോ? പരിധികളുണ്ട്. അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക. ആരെയും താന്തേരാഴ്ച കളിക്കാൻ തുടങ്ങിയേക്കുന്നു പോലീസാന്ന് പറഞ്ഞ് കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും, മനസ്സിലായോ? നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? എടാ, അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക. ആരെ വന്നിറങ്ങുന്നത്? എന്നിട്ട് പാവങ്ങളെ എല്ലാം പിടിച്ചോണ്ടെങ്കിൽ പോരുക. എന്നിട്ട് നിങ്ങൾക്ക് യഥേഷ്ടം പ്രതിയാക്കുക. എന്ത് ആരാ നിങ്ങൾ കസ്റ്റഡി താഴെ നിനക്കെന്താ റോള്? നിനക്കെന്താ റോള്? എന്തിനാ വിളിച്ചോണ്ടേ? ആന ചത്തു നീ എന്ത് ചെയ്തു? അല്ല, എനിക്കങ്ങനെ തീർക്കൊന്നും വേണ്ട. എനിക്ക് ഒരുത്തന്റെ ഔദാര്യം വേണ്ട. ഇന്നലെ ഇവരെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഉയർന്ന ഫോറസ്റ്റ് ഓഫീസറുമായി സംസാരിച്ച് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തോളാം. തോന്നിയ നിന്നെ പണിയിപ്പിക്കുന്ന ആരാന്ന് എനിക്കറിയാം, മനസ്സിലായല്ലോ? പ്രവീൺ പുരുഷോത്തമനും TV പ്രസാദുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം പ്രവീണിലേക്ക്. പ്രവീൺ, നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ എന്താണ് സംഭവിച്ചതെന്നതിൽ വ്യക്തതയുണ്ടോ? ഇയാളെ എന്തിനായിരുന്നു കസ്റ്റഡിയിലെടുത്തത്? MLA ഇടപെടാനുണ്ടായ സാഹചര്യം എന്താണ്? വിനീത, കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കോന്നിക്ക് സമീപം കുളത്തുമൺ എന്ന സ്ഥലത്ത് ഒരു കാട്ടാന ചരിഞ്ഞിരുന്നു. അത് വൈദ്യുതാഘാതമേറ്റാണ് കാട്ടാന ചരിഞ്ഞതെന്ന് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. സാധാരണ അവിടെ വോൾട്ടേജ് കുറഞ്ഞ വൈദ്യുതി കമ്പികളാണ് അവിടെ സ്ഥാപിച്ചിരുന്നത്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട് ഹൈ വോൾട്ടേജ് ഉള്ള കമ്പിയിൽ നിന്നും ഷോക്കേറ്റാണ് ഈ കാട്ടാന ചെരിഞ്ഞതെന്ന്. പിന്നീട് വനപാലകർ ഇത് കൂടുതൽ ഊർജിതമായി അന്വേഷണം നടത്തി ആ സ്ഥലം ഉടമയെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ സ്ഥലം ഉടമയുടെ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഹിറ്റാച്ചി ഡ്രൈവറെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിളിപ്പിച്ചിരുന്നു. അവിടെ ഈ ജോലിക്കാരനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് കോന്നി MLA KU ജനീഷ് കുമാർ ആ വനംവകുപ്പ് ഓഫീസിലേക്ക് കയറി ചെന്നത്. പ്രധാനമായും MLA അവിടെ ചോദിച്ചൊരു ചോദ്യം, ഈ ജോലിക്കാരനെ അവിടെ കൊണ്ടുവന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും രേഖകളുണ്ടോ എന്നായിരുന്നു. പക്ഷേ ആ ചോദ്യത്തിന് വനപാലകർക്ക് ഉത്തരമില്ലായിരുന്നു. കൃത്യമായിട്ടുള്ള രേഖകൾ കാണിക്കാതെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കഴിയില്ലെന്നും കാട്ടാന ശല്യം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും KU ജനീഷ് കുമാർ MLA അവിടെ പറയുന്നുണ്ട്. വളരെ രോഷിതനായിട്ടാണ് KU ജനീഷ് കുമാർ MLA വനപാലകരോടും അവിടെ നിന്ന് മറ്റ് ഉദ്യോഗസ്ഥരോടുമൊക്കെ പെരുമാറിയത്. ഇതിനിടയിലാണ് കത്തിക്കുമെന്നും നക്സലുകൾ രണ്ടാമത് വരുമെന്നും അങ്ങനെ രണ്ട് വാക്കുകൾ KU ജനീഷ് കുമാർ MLA പ്രയോഗിച്ചത്. അതിനുശേഷം അവിടെ ഈ വനപാലകർ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. MLAയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്താണ്? MLA എന്താണ് പറയുന്നത് ഇതിൽ? MLA നമ്മൾ ഫോണിൽ വിളിച്ചിരുന്നു, പക്ഷേ അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു നിമിഷം,